ദീർഘനാളായുള്ള കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നാണ് റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവി പദത്തിലേക്ക് എത്തുന്നത്. സംസ്ഥാനത്തിന്റെ 41ാമത് DGP-യാണ്. സെൻട്രൽ ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടറാണ്. കൂത്തുപറമ്പ് വെടിവയ്പ്പിന് ഉത്തരവിട്ട ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് നേരത്തെ കേരളത്തിന് പരിചിതനാണ് റവാഡ ചന്ദ്രശേഖർ. ആന്ധ്ര സ്വദേശിയായ റവാഡ ചന്ദ്രശേഖർ 1991 IPS ബാച്ച് കേരള കേഡർ ഉദ്യോഗസ്ഥനാണ്. UPSC തയ്യാറാക്കിയ ചുരുക്കപ്പട്ടികയിലെ 2ാം പേരുകാരൻ. DGP ആവാനുള്ള താൽപര്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് അറിയിച്ചിരുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പ് കാലത്ത് കണ്ണൂർ SP ആയിരുന്ന റവാഡ ചന്ദ്രശേഖരനോട് CPIM-ന് മമതയില്ലെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ മികച്ച നേതൃത്വത്തിന് റവാഡ ചന്ദ്രശേഖരന് കഴിയുമെന്ന വിലയിരുത്തലിലാണ് നിയമനം. 2023 മുതൽ DGP പദവിയിലാണ്. DIG ആയിരിക്കെയാണ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയത്. IBയുടെ സ്പെഷ്യൽ ഡയറക്ടറുമായിരുന്നു. തലശ്ശേരി SP ആയാണ് കരിയർ തുടങ്ങിയത്. കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവിട്ടതിനെ തുടർന്ന് സസ്പെൻഷൻ. പിന്നീട് വിവിധ ജില്ലകളിൽ പോലീസ് മേധാവിയായി. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി ചുമതല വഹിച്ചു. ഇതിനിടെ UN ഡെപ്യൂട്ടേഷനിലേക്ക് പോയി. തിരികെ എത്തിയ ശേഷം SRBIയിൽ IG ആയി. വീണ്ടും IBയിലേക്ക് തന്നെ ഡെപ്യൂട്ടേഷൻ. നക്സൽ ഓപ്പറേഷൻ ഉൾപ്പെടെ സേനയിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ നിർണായക തസ്തികകളിൽ സേവനമനുഷ്ഠിച്ചയാൾ കൂടിയാണ് റവാഡ ചന്ദ്രശേഖർ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.